എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ 7ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ഒരു റൈറ്റ് ട്രയാങ്കിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആ റൈറ്റ് ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ ഞാൻ എക്സ് എന്ന് എടുത്തിട്ടുണ്ട്, മറ്റേ ആംഗിൾ വൈ എന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്തായിരിക്കും? അതാണ് ആദ്യത്തെ ചോദ്യം. എക്സ് പ്ലസ് വൈ എന്തായിരിക്കും? എക്സ് പ്ലസ് വൈ 90 ആയിരിക്കും. കാരണം ഏത് റൈറ്റ് ട്രയാങ്കിൾ എടുത്താലും 3 ആംഗിളുകൾ കൂട്ടിയാൽ 180 ആണല്ലോ. അപ്പോൾ ഒരു ആംഗിൾ 90 ആണ്, ബാലൻസ് 2 ആംഗിളും കൂടി ചേർന്ന് കഴിഞ്ഞാൽ 90 ആയിരിക്കും. ഓക്കെ, ഇതാ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ആ സർക്കിളിൽ അതിൻ്റെ സെൻറ്റർ O ആണ്. ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ അതിൽ വരച്ചിട്ടുണ്ട്. ഹൗ മച്ച് ഈസ് ആംഗിൾ? ഇവിടെ ആംഗിൾ A 40 എന്നും ആംഗിൾ B 55 എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ആംഗിൾ A 40 ആണെങ്കിൽ ഹൗ മച്ച് ഈസ് ആംഗിൾ BOC? ആംഗിൾ B 55 ആണ്. ഹൗ മച്ച് ഈസ് ആംഗിൾ AOC? ആംഗിൾ AOC എത്രയാണ്? AOC എന്ന് പറഞ്ഞാൽ ആർക്കിലെ ആംഗിളിന്റെ ട്വൈസ് ആയിരിക്കും സെൻട്രൽ ആംഗിൾ. അപ്പം ഇത് 55 ആയതുകൊണ്ട് ഇത് 110 ആണ്. അതുപോലെ ഇത് 40 ആയതുകൊണ്ട് ഇത് 50 ആയിരിക്കും. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അതായത് ആർക്ക് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിള് ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിളിന്റെ ട്വൈസ് ആണ്. അപ്പോൾ ഈ ആംഗിളിന്റെ ട്വൈസ് ആണ് ഇത്, ഈ ആംഗിളിന്റെ ട്വൈസ് ആണ് ഇത്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ അറിയാൻ ടെക്സ്റ്റ് ബുക്കിലെ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. ഇങ്ങനെ ഒരു ചോദ്യമുണ്ട്. AB and CD are two perpendicular chords. Prove that arc APC and arc BQD join to form a semicircle. അതായത് ഒരു സർക്കിള്, ആ സർക്കിളിൽ ഒരു കോഡാണ് AB, മറ്റൊരു കോഡാണ് CD. ഇത് പരസ്പരം പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞത്. രണ്ടും പരസ്പരം പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഈ APC എന്ന ആർക്കും BQD എന്ന ആർക്കും കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു സെമി സർക്കിൾ ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. സെമി സർക്കിൾ ആവുമെന്ന് പറയുന്നത് അർത്ഥം അതിന്റെ സെൻട്രൽ ആംഗിളിന്റെ സം 180 ആയാൽ മതി. അതായത് ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിളും ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിളും കൂടി ആഡ് ചെയ്യുമ്പോൾ 180 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതൊരു സെമി സർക്കിൾ ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ആർക്ക് APCയുടെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ AOC ആണ്. ആർക്ക് BQDയുടെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ BOD ആണ്. ഞാൻ ഇവിടെ ADയും കൂടി അങ്ങോട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇത് 90 ആണെന്നറിയാം. അപ്പൊ ഇതിനകത്ത് ഒരു ആംഗിളിന് എക്സും ഒരു ആംഗിൾ വൈ എന്നും ഞാൻ എടുക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ എക്സും ഇത് വൈയും ആകുമ്പോൾ എക്സ് പ്ലസ് വൈ എന്താണ്? എക്സ് പ്ലസ് വൈ 90 ആയിരിക്കും. നമ്മളിവിടെ കണ്ടതാ ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ അക്യൂട്ട് ആംഗിൾസിന്റെ സം എപ്പോഴും 90 ആയിരിക്കും. ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. അതിന്റെ അക്യൂട്ട് ആംഗിൾസ് ആണ് എക്സും വൈ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 90 ആണ്. പറഞ്ഞ ക്ലിയർ ആയോ? ഈ ആംഗിൾ ഞാൻ എക്സ് എടുത്തു, ഈ ആംഗിൾ വൈ എടുത്തു. അപ്പൊ എക്സ് പ്ലസ് വൈ 90 ആണ് നമുക്കറിയാം. ഇനി ആർക്ക് APCയുടെ സെൻട്രൽ ആംഗിളും ആർക്ക് BQDയുടെ സെൻട്രൽ ആംഗിളും നോക്കാം. ആർക്ക് APCയുടെ സെൻട്രൽ ആംഗിൾ എന്ത് വരും? ആംഗിൾ AOC ആണ്. ആർക്ക് APCയുടെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ AOC ആണ്. ആർക്കിലെ ആംഗിൾ എക്സ് ആയതുകൊണ്ട് ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ, ഓൾട്ടർനേറ്റ് ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എക്സിന്റെ ട്വൈസ് ആയിരിക്കും. ഇവിടെ പറഞ്ഞ പോലെ എക്സ്, ഇവിടെ നമ്മൾ സെൻട്രൽ ആംഗിളിന്റെ മെഷർ ഇവിടെ പറഞ്ഞിരുന്നു. അപ്പൊ അതുപോലെ എക്സ് എന്ന് പറയുന്ന ആർക്കിലുള്ള ആംഗിൾ ആണ്. അപ്പൊ ഇവിടെ ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് ഇത്. അപ്പൊ ഇത് എക്സ് ആകുമ്പോൾ ഇത് 2x ആയിരിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, അതുപോലെ ആംഗിൾ BOD എന്തായിരിക്കും? BOD എന്ന് പറയുന്നതായിരിക്കും BOD എന്ന് പറയുന്ന ഈ ആംഗിള് അതിന്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ ആണ് ഇത്. കണ്ടോ, അത് വൈ എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് വൈ ആവുമ്പോൾ ഇത് എത്രയായിരിക്കണം? 2y ആയിരിക്കും. BOD എന്ന് പറഞ്ഞാൽ 2y. അപ്പൊ വൈയുടെ ചോയ്സ് 2y, എക്സിന്റെ ചോയ്സ് 2x. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട APC എന്ന ആർക്കും BQD എന്ന ആർക്കും കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു സെമി സർക്കിൾ ആവുന്നു. അപ്പൊ രണ്ടിന്റെയും കൂടി സെൻട്രൽ ആംഗിൾസിന്റെ സം 180 ആണെന്ന് പ്രൂവ് ചെയ്താൽ പോരെ? അപ്പൊ ആർക്ക് APCയുടെ സെൻട്രൽ ആംഗിളായ AOCയും ആർക്ക് BQDയുടെ സെൻട്രൽ ആംഗിളായ ആംഗിൾ BODയും കൂടി കൂട്ടി എന്താണെന്ന് നോക്കാം. സം ഓഫ് ദി സെൻട്രൽ ആംഗിൾസ് ഓഫ് ആർക്ക് APC ആൻഡ് ആർക്ക് BQD ഈസ് ഈക്വൽ ടു ആംഗിൾ AOC പ്ലസ് ആംഗിൾ BOD. AOC എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചു ഈ 2x, BOD കണ്ടുപിടിച്ചു 2y. അപ്പൊ 2x പ്ലസ് 2y. അപ്പൊ അതിൽ രണ്ടിലെ 2 കോമൺ വെളിയിലെടുക്കാം. അപ്പൊ 2 × x പ്ലസ് y എന്ന് എഴുതാം. അപ്പൊ 2 × x പ്ലസ് y എന്താണെന്ന് എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? 90. അപ്പൊ 2 × 90 ദാറ്റ് ഈസ് 180. അപ്പോൾ എന്ത് കിട്ടി? ഈ ആർക്കും ഈ ആർക്കിന്റെയും കൂടി സെൻട്രൽ ആംഗിൾസിന്റെ സം 180 ഡിഗ്രി ആയി. അപ്പോൾ സം 180 ആയതുകൊണ്ട്
ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താവും? സെമി സർക്കിൾ ആവും. കാര്യം മനസ്സിലായോ? അപ്പോൾ സെൻട്രൽ ആംഗിളും രണ്ട് ആർക്കിൻ്റെയും കൂടി സെൻട്രൽ ആംഗിൾ ചേർന്ന് കഴിഞ്ഞാൽ 180 ആയതുകൊണ്ടാണ് എ പി സിയും ബി ക്യു ഡിയും കൂടി ചേർന്ന സെമി സർക്കിൾ ആയത്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.